ഒക്കെ ചാടിയിട്ട് താഴോട്ട് പോകൂട്ടോ. ഓ ഇതന്നെ കുറച്ച് കണ്ട് കേട്ടാ മതി. കുറച്ച് കണ്ട് രണ്ട് വീണ്ടും എന്റെ അടുത്ത് വന്ന് കരയാൻ പാടില്ല. ഞാൻ നോക്കൂലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഇതന്നെ കേട്ടാ മതിയേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് വെക്കേ. വരണട്ടോ, ഞാൻ വിളിക്കുമ്പോ എന്തായാലും വരണട്ടോ രണ്ടാളും. പാറു, കാർത്തിക് വാ ഫുഡ് കഴിക്കാ. ദേ ഞാൻ വടിയെടുക്കണോ? ഇത്രയും സ്പീഡോ? കൈ കഴുകിയ രണ്ടുപേരും. ഇനി രണ്ടുപേരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് വേഗം റൂമിക്ക് പോവാ ഉറങ്ങാന്. എന്താ ഒന്നുമില്ല, നിങ്ങൾക്കും അച്ഛനുണ്ട്. ദൈവത്തിനെന്തോ നിങ്ങൾ അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദൈവം നേരത്തെ അങ്ങ് കൊണ്ടുപോയി നിങ്ങളെ അച്ഛനെ. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക്. ഇല്ല, വരൂല. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ ഞാനില്ലേ. ഇനി ഉറങ്ങാൻ നോക്ക്, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ഇന്ന് പാട്ട് പാടണ്ട, നാളെ പാട്ട് പാടിത്തരണ്ട്. അമ്മന്റെ പൊന്നു മക്കളല്ലേ, ഇന്ന് വേഗം ഒന്ന് ഉറങ്ങൂ. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം, വേഗം ഉറങ്ങണേ. കുഞ്ഞു തരാൻ കൈമേലെ തങ്കനിലാക്കിണ്ടം, ഒരു കുരുകും നിറമിരവ് ചാർത്താ ചന്ദനം, ഇന്നീ പാദസരങ്ങവഴിഞ്ഞ് വിളിക്കും കെന്നീല്. ഹാ എന്താ ഉറക്കം രണ്ടും? അതെ എണീക്ക്, ക്ലാസ് ഉണ്ട്, എണീക്ക്. അപ്പൊ രണ്ടാളെ എണീറ്റിക്കണ്. ഇനി ഞാൻ ആരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മതി, രണ്ടാൾ അഭിനയം മതി. ടൈം ഓവർ, എണീക്ക്, ബസ് ഇപ്പൊ വരും. രണ്ടാളെ കള്ളർക്കോ മതി, എണീക്ക്. അപ്പൊ ഇയാൾക്ക് എന്താണാവോ? ശരി. ഹേയ് പട്ടാസ്, നീ എന്താ ഇപ്പൊ ഇവിടെ? ഞാൻ വെറുതെ ഇതിറ്റിങ്ങൾ കാണാൻ വന്നതാ. ശരി, എന്നാ നീ ഇവിടെ ഞാൻ ചായ എടുക്കാം. അല്ല അതൊന്നും വേണ്ട, ഞാൻ പോവാ. ഓ എന്തൊരു ചാടാ, അവിടെ ഇരിക്കണോ? ഹേയ് പട്ടാസ്, അതെന്തു പറ്റി? അതിന് മാത്രം എന്താ ഉണ്ടായി ഇപ്പൊ അവിടെ? ഓ ഞാനത് മറന്നു. അങ്ങനെ പറയില്ല, എനിക്ക് സങ്കടാവൂലേ? ഓ അങ്ങനെയാണോ? അപ്പൊ ഞാൻ ഈ വാങ്ങിച്ച ചോക്ലേറ്റ്സ് ഒക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാലേ? ആഹാ എന്താ സ്വഭാവം രണ്ടിലി. ചായ ഇത് കുടിക്ക്. എന്താ അവിടെ മാമനും മക്കളും ഭയങ്കര ഡിസ്കഷനിലാണല്ലോ. ഇവർക്ക് ചോക്ലേറ്റ് വേണം പോലും. ശരി, രണ്ടിന്റെ പല്ലത് കാണിച്ചാ? അപ്പൊ ബസ്സോ? ഓക്കെ, ഇന്ന് നമുക്ക് പോവാ. നിനക്ക് ഓഫീസുള്ളതല്ലേ, ഞാൻ ഇവിടെ ഇറക്കി തരാം. അല്ല അത് വേണ്ട, ഞാൻ പൊക്കോളാം. ഓ ജാട. ഞാൻ വരാ.
എന്നാ റെഡിയായിക്കോ പോയിട്ട്. പൂജ ഫ്രണ്ടിക്ക് പോരും. അല്ല, ഞാൻ ബാക്കിലിരുന്നോളാം. ഹോ ജാട. അത് ശരി, ഇപ്പൊ എന്ത് പറഞ്ഞാലും ജാടമ്മ കയറി പിടിക്കാമല്ലോ. അതിവിടെ കേറിയാ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. ഇത് ഞാൻ കയറി. ആ അങ്ങനെ വഴിക്കുവാ. ചോദിക്ക്. ഞങ്ങൾക്ക് അച്ഛനില്ലല്ലോ, ഇനി ഒരിക്കലും വരാൻ പറ്റാത്ത ലോകത്തേക്ക് അച്ഛൻ പോയല്ലോ. അച്ഛൻ ഇനി ഒരിക്കലും വരില്ലല്ലോ, മാമൻ അച്ഛാന്ന് വിളിച്ചോട്ടെ. അങ്ങനെയാണോ? ഇന്ന് ഇനി മുതൽ നിങ്ങൾ എന്നെ മാമാന്ന് വിളിക്കണ്ട. ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് അച്ഛനാ. ഓക്കെ? എന്തിനാ അമ്മ ഇനി അച്ഛനെ പറ്റി പറയുമ്പോ അമ്മ കരയുന്നേ? നമുക്ക് ഇനി അച്ഛനുണ്ടല്ലോ. മാമ സത്യായിട്ട് ഞങ്ങൾക്ക് ഇനി അച്ഛനാവൂലേ? ആവും. അച്ഛാ, ഈ അമ്മയോട് കരയല്ലേ പറയ്. ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അച്ഛനെ പറ്റി പറയുമ്പോ എപ്പോഴും അമ്മ ഇങ്ങനെയാ. കരയില്ലടോ, അവർ കൊച്ചല്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ. എന്റെ മക്കളെ സ്ഥലം എത്തിയല്ലോ. ഇറങ്ങിക്കോളും, ക്ലാസ് ഇപ്പൊ തുടങ്ങും. വാ, അച്ഛൻ ക്ലാസ്സിലാക്കി തരാം. അല്ല, നിനക്ക് ലേറ്റ് ആവോ ഓഫീസിക്ക് പോവാൻ വേണ്ടിട്ട്? ഇല്ല, ടൈം ആവുന്നേ ഉള്ളൂ. എന്ന് ഞാനിപ്പോ കുട്ടികളെ ക്ലാസ്സിലാക്കി കൊണ്ടുവരാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് കരയരുത്. നീ റിക്കവർ ആവണം. ഞാൻ കണ്ടില്ലേ, അതിൽ എൻ്റെതും കൂടി അല്ലേ പോയേ. എന്നിട്ടും ഞാനിത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്ക് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പഴയ കാര്യങ്ങൾ ഓർത്ത് നിൽക്കണ്ട. ഇനി അവരൊരിക്കലും തിരിച്ചു വരൂല. നമുക്കറിയുന്ന കാര്യമല്ല അത്. ഇനി സങ്കടപ്പെടാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഉണ്ടാവാം. അതേ നമുക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നു വരുമ്പോ കുട്ടികള് ചോദിക്കും എന്റെ അച്ഛനെവിടെ എന്നൊക്കെ. അവർക്കറിയില്ലല്ലോ ഞാൻ ശരിക്കുള്ള അവരമ്മയല്ലാന്ന്. അവരമ്മയും കൂടെ അതിൽ പോയിന്ന് പറഞ്ഞാൽ അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ പലതും പറഞ്ഞ് മാറ്റി വെക്കും. ഞങ്ങൾ അച്ഛൻ ഒരിക്കലും വരൂല, വരാൻ പറ്റാത്ത ലോകത്തേക്ക് പോയി, നിങ്ങൾക്ക് ഞാനില്ലേന്നൊക്കെ പറയും. പക്ഷെ സ്കൂൾക്ക് അവരച്ഛനെയും അമ്മയായിട്ട് വരുമ്പോൾ എന്നോട് ചോദിക്കും എൻ്റെ അച്ഛനെവിടെയെന്ന്. എനിക്കൊന്നും പറയാൻ പറ്റാറില്ല. അപ്പോ അറിയാതെ കരഞ്ഞു പോകുന്നതാ. സാരമില്ലടോ, പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാതെ നിനക്കെന്നെ കല്യാണം കഴിച്ചൂടെ? എന്നാൽ അവർക്കൊരു അച്ഛനായി, ശരിക്കായിട്ടുള്ളൊരു അച്ഛനായി ഞാൻ ജീവിക്കാം. അവർക്കൊരു പാരൻസും ആവും. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. നിൻ്റെയും കൂടി ജീവിതം നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഇപ്പോൾ ഒരു ആൻസർ തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എസ് ആണെങ്കിലും നോ ആണെങ്കിലും നീ അത് പറയണം. പറയാൻ മടിക്കരുത്. എന്നാ ഞാനങ്ങോട്ട് എൻ്റെ സ്ഥലമെത്തി. ഓക്കെ, ശരി. ഹായ്, ഇന്നെന്തെറ്റി? നേരത്തെ ആണല്ലോ. അത് കുട്ടികളെ കൊണ്ടാക്കാൻ അവർ മാമ വന്നിരുന്നു. അത് ശരി. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ശരിക്ക് നിങ്ങളെ കുട്ടികളെ അമ്മയെ അച്ഛനെയോ അവർക്ക് എന്ത് പറ്റിയതാ? പറയാൻ പറ്റിയെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയേ. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു ഹാപ്പി ഫാമിലി. നാട്ടുകാർക്കൊക്കെ ഞങ്ങൾ വലിയ വീട് വെച്ചപ്പോൾ അവർ വിചാരം ഞങ്ങൾ കട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ചേട്ടനും അധ്വാനിച്ചുണ്ടാക്കിയ വീടായിരുന്നു. നാട്ടുകാർ പലതും പറയും, അതോടെ നിൽക്കട്ടെ. പിന്നെ എൻ്റെ ഏട്ടൻ, ഞാൻ എൻ്റെ ഏട്ടനെ കണ്ട ആ പടിയായിരുന്നു. സ്നേഹമില്ലാണ്ടൊന്നുമില്ല കേട്ടോ. ഏട്ടാ, എന്താടി കുരിപ്പേ? എന്റെ ഷാമ്പു എവിടെ? എന്റെ ഷാമ്പു എവിടെയാണ്? അതാണോ? അത് വെച്ച് ഞാനൊന്ന് കുളിച്ചെന്ന് പറഞ്ഞിട്ട് തുള്ളി ഷാമ്പു ഇല്ല. അത് ഫുള്ള് തീർത്തില്ലടാ പട്ടി. മര്യാദക്ക് പുതിയ ഷാമ്പു മേടിച്ചൊന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ ഒന്ന് കാണണല്ലോ കൊല്ലുന്നത്. എന്റെ ഷാമ്പു വാങ്ങിച്ചു കൊണ്ടോടാ പട്ടി, കൊണ്ടുതാ. നാത്തു, ഇതിന് ജീവനോടെ വാനകത്തിന് കൊണ്ടേക്കോ. പൊന്നു മോളെ, എനിക്ക് 2 പൈതലുള്ളതാ, അതിനെ കൊല്ലല്ലേ. പൈതലില്ലെങ്കിൽ കൊന്നോണ്ടി, അപ്പൊ കുഴപ്പമില്ല. അതിനൊന്ന് വെറുതെ വിട്ടേക്ക്. അപ്പൊ നിനക്ക് എന്നെക്കാൾ ഇഷ്ടം കുട്ടികളെയാണ് അല്ലേ? അത് പിന്നെ പറയാണ്ടോ. അപ്പൊ അങ്ങനെയാണ്.
അല്ലേ കാര്യങ്ങളൊക്കെ? യെസ്. എന്തേ? പിന്നെ എന്റെ അനിയൻ വരുന്നുണ്ടെന്ന് ഇങ്ങോട്ട്. ഓ സമാധാനം, എനിക്ക് കൂടി നാളായി. നിങ്ങളിതൊന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ. പിന്നെ പൂജ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഓ എന്താ ഇപ്പൊ വേണ്ടേ? നീ കുട്ടികളെ ഡയപ്പർ ഒന്ന് മാറ്റി കൊടുക്കോ, എനിക്ക് ചെറിയ പണിയുണ്ട് അടുക്കളയില്. ഓ അതാണോ, ഞാൻ ചെയ്യാം. പിന്നെ മോനെ, വൈകുന്നേരം ഒരു കുപ്പി ഷാമ്പു ഇവിടെ എത്തിയിരിക്കണം. ഓ കിട്ടിയത് തന്നെ. അളിയാ, ഓ നീ വന്നോ? അവള് പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ചേച്ചി എവിടെ? അവള് കിച്ചണിലുണ്ട്. പൂജയോ? അവള് കുട്ടികളെ ഡൈപ്പർ മാറ്റാൻ പോയിക്കും. പട്ടാസുകൾ നീറ്റിട്ടുണ്ടോ? ഞാൻ പോയി നോക്കട്ടെ അങ്ങോട്ട്. ആ ഹേയ് പട്ടാസ്. ഹായ്. ഓ ഇയാളിവിടെ ഉണ്ടായിരുന്നോ? ഓ ഉണ്ടായിരുന്നു, നീ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ശരി. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു നിന്നു. 2 ദിവസം അവൻ ഉണ്ടാവും ഞങ്ങളെ വീട്ടില്. അങ്ങനെ ഏട്ടാൻ പറഞ്ഞു ഞങ്ങളോട്, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് തരാം, നിങ്ങളെ കൊച്ചുകളെ നോക്കൂലേ? ഓ കപ്പിൾസ് ആയിട്ട് റൈഡിങ്ങിന് പോകണോ? ചെല്ല്, ഞങ്ങൾ നോക്കിക്കോളാം. എന്താടി ഞങ്ങൾക്ക് പോയിക്കൂടെ? ഓ നിങ്ങൾ പോയിക്കോളേ. ഡൈപ്പർ ഒന്ന് ഇടക്കിടക്ക് മാറ്റിക്കൊടുക്കണേ. ഓ അതൊക്കെ ഞാൻ റെഡിയാക്കാം. വാ പോവാ. അവര് പോയതിനു ശേഷം ഞാനും അതും കൂടി സംസാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആദ്യം ഒരു കോൾ വന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാരാ? ഹലോ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ആരാ? എന്താ പറ്റി? അത് അവരെ വണ്ടി ഇടിച്ചു. എന്ത്? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. ഞാനുണ്ട്. വേണ്ട, നീ ഇവിടെ ഇരി. കൊച്ചുങ്ങളുള്ളതല്ലേ, നീ കൊച്ചുങ്ങളെ കൊണ്ടുകൂടെ ഇരി. വേണ്ട, നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോവാം. ഞാനുണ്ട്. എന്നാ വാ. ചേച്ചി, ചേട്ടാ, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ നിങ്ങക്ക് പറ്റിയേ? ഞങ്ങൾക്ക് ഇനി ജീവൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നിങ്ങൾ നിങ്ങളെ മക്കളെ പൊന്നു പോലെ നോക്കണം. നിങ്ങൾക്ക് ആരും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞങ്ങളൊക്കെ ഉണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഞാനുണ്ട് കേട്ടോ. ഞങ്ങളെ മക്കളില്ലേ നിങ്ങൾക്ക്? ഏട്ടാ, ഏട്ടാ കണ്ണു തുറക്കേട്ടാ. ഏട്ടാ കണ്ണു ഏട്ടാ 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 ഏട്ടൻക്ക് എന്ത് പറ്റി? ഏട്ടൻക്ക് എന്ത് പറ്റിയിട്ട് എന്താ കണ്ണു തുറക്കാത്തെ? ചേച്ചി, ചേട്ടനക്ക് ഒന്നുമില്ല ചേച്ചി. ചേട്ടൻ ഉറങ്ങിയതാ. ചേട്ടനക്ക് ഒന്നുമില്ല ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി, 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 നിങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒറ്റക്കാക്കി പോവാണോ? അങ്ങനെ അവര് പോയി. പിന്നെ ഞാനവയും കൂടെ കുട്ടികളെ നോക്കിയത്. പക്ഷെ കുട്ടികൾ എന്നെ അമ്മാന്ന് വിളിച്ചു. എന്താന്നറിയില്ല, അവനെ മാമാന്നാ വിളിച്ചേ. പക്ഷെ ഇന്ന് കുട്ടികൾ പറഞ്ഞു, മാമനെ ഞങ്ങൾ അച്ഛന്ന് വിളിച്ചോട്ടെ, ഞങ്ങൾക്ക് അച്ഛനില്ല. സാരില്ലടോ, പോട്ടെ, നീ കരയാതെ. ഓരോരുത്തർക്കും ഓരോ വിധികളല്ലേ. എന്താ? അത് അച്ഛൻ ഓഫീസിലേക്ക് പോയതാ. വരും. തുടങ്ങി, രണ്ടിനി ചാട്ട തുടങ്ങി. പിന്നെ ഞാനിപ്പോ വരാം. രണ്ടടങ്ങി ഒതുങ്ങിയോട് നിന്നോണം. ഇങ്ങേറെ നമ്പർ അവിടെ പോയി. ഹലോ. ഹലോ, എന്ത് പറ്റി? അത് നീ ഇപ്പോ വീട്ടിലാണോ? ആ, എന്തേ? അത് കുട്ടികൾ ചോദിച്ചു അച്ഛൻ ഇന്നിങ്ങോട്ട് വരില്ലേന്ന്. ഓ അതാണോ? എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ഓഫീസിലാണ്, നിങ്ങൾ ഓഫീസിൽ പോയി വന്നിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. വരുമോ? ആ, എന്താ വരാൻ പറ്റായി? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഓക്കെ. എന്താ അവിടെ പരിപാടി രണ്ടിനും? അത് ശരി. ഞാനോ? ഞാൻ ബാത്റൂമിൽ പോയതാ. എന്ത്? അച്ഛനോ? അച്ഛനെപ്പോ വരും. ഹേയ് പട്ടാസ്, നിങ്ങൾക്ക് ഇത്രയും സ്പീഡോ? ഞാനിപ്പോ വിളിച്ചല്ലേ ഉള്ളൂ. എന്ത്? ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ചോക്ലേറ്റ്സ് വേസ്റ്റ് ബക്കറ്റിൽ ഇടാല്ലേ? ഇതാ, രണ്ടുപേരും എടുത്തോ. നീ ഫുഡ് കഴിച്ചോ? ആ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇനി വാ, നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ?
വാച്ച നമുക്ക് തന്നെ ഉണ്ണാം. എടാ കള്ള, അപ്പൊ നിനക്ക് എന്നെ വേണ്ടാലേ? ഞാൻ വേണ്ട പറഞ്ഞില്ലല്ലോ. ഞാനും അച്ഛനും പാറും അമ്മയും കൂടി തന്നെ ഉണ്ണും. അത് വേണ്ട, ഞാൻ അടുത്ത് പറഞ്ഞ നിങ്ങൾ എവിടുന്നോ? പറ്റൂല, അമ്മ വരണം. വരാം. എണീക്ക്, ടൈം അയക്കണ ബസ് ഇപ്പൊ വരും. ടൈം എത്രയായി? 8 മണി. രണ്ടാൾ എണീറ്റോ? ഞാൻ എപ്പോ വടി എടുക്കും. ആ ഉറങ്ങുന്ന രണ്ടെണ്ണത്തിനോട് ഇങ്ങനൊക്കെ പറഞ്ഞാൽ അവർക്ക് കേക്കോ? ഒരു ഉറക്കത്തിലല്ലേ? അവരുറങ്ങിയിട്ടില്ല, അവരെപ്പോഴോ എണീറ്റിക്കണ്. വെറുതെ കണ്ണമ്പി കിടക്ക്. അല്ല, ഞാൻ ഉണ്ണാണ്. ആ ആ ആ ഞാൻ ഇന്നലെ കൊടുന്ന ചോക്ലേറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു, അത് ഒഴിവാക്കല്ലേ? മതി, രണ്ടാളെ കളർക്ക് മതി. നീച്ചൂടി, മതി. നീക്ക്. രണ്ടാളും നല്ല ടൈം നോട്ട് എടുത്തിട്ടില്ലേ അല്ലേ? സോറി അമ്മ, മറന്നുപോയി. മറന്നുപോയി. ഇന്ന് മാത്രം ഞാൻ എടുത്തു തരാം. ഇനി നിങ്ങൾ ഫുള്ള് എടുത്തേക്കണം. ഓക്കേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്താണെങ്കിലും അതെനിക്കിപ്പോൾ കേൾക്കണം. യെസ് ഓർ നോ, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. യെസ്. റിയലി? ഇതിനി മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടം. അത് അമ്മന്റെ കണ്ണിൽ പൊടി. അത് അമ്മ ഊതി തന്ന, അത് അച്ഛൻ ഊതി തന്നതാ. മതി, എണീക്ക്, വാ, വേഗം വാ. ഇന്ന് നമുക്ക് ലീവ് എടുക്കാം, 4 ആക്കും. എന്തിന്? നമുക്കിന്ന് പുറത്തൊക്കെ പോയി ചില്ലായിട്ട് വരാം. ഒരു ദിവസമല്ലേ, ഇന്നൊന്ന് ലീവ് എടുത്തേക്ക്. ഇനി ലീവ് എടുക്കണ്ട, ഇനി ഇന്നും നമ്മൾ പോക്കല്ലേ, ഒരു ദിവസത്തേക്ക് മാത്രം ലീവ് എടുക്കാം. തുടങ്ങി, ചാട്ടം തുടങ്ങി രണ്ടിന്റെ. ഇനി വേഗം പോയി റെഡി ആയിക്കോളി.